നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹാൻസി ഫ്ലിക്ക് എൻ്റെ വീട്ടിൽ വന്നിരുന്നു. ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞു. പറയുന്നത് ചാവി ഹെർണാണ്ടസ് ആണ്. ലാവങ്കാടിക്ക് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. എന്തിനാണ് ഫ്ലിക്കിൻ്റെ മാപ്പ്? ഫ്ലിക്കിൻ്റെ മാപ്പ് എന്താണെന്ന് വെച്ചാൽ ചാവി ഹെർണാണ്ടസ് ബാഴ്സയുടെ കോച്ചായിരിക്കെ തന്നെ FC ബാഴ്സലോണയുടെ ബോർഡ് ഹാൻസി ഫ്ലിക്കുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി. ചാവി ഇവിടെ നിർത്തുന്നു. ചാവി ഒരു ഘട്ടത്തിൽ ഞാൻ ജൂൺ മാസത്തോടു കൂടി വിടവാങ്ങുകയാണെന്ന് പറഞ്ഞപ്പോൾ വേണ്ട നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞ് അവിടെ പിടിച്ചു നിർത്തിയിട്ട് പിന്നെ ഉള്ളിലൂടെ അപ്പുറത്തെ ഫ്ലിക്കുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ആ കാര്യത്തിനാണ് ഇപ്പോൾ ഫ്ലിക്ക് മാപ്പ് പറഞ്ഞിരിക്കുന്നത്. അതിലും വിശദമായിട്ട് ചാവി ഹെർണാണ്ടസ് പറയുന്നു, ഹാൻസി ഫ്ലിക്ക് എൻ്റെ അരികിൽ വന്നു, മാപ്പ് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു, ക്ലബ്ബ് ഞാനവിടെ കോച്ചായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് മാപ്പ് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ആ 2-3 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ, അതായത് ഞാൻ ക്ലബ്ബിൽ നിന്ന് പുറത്താകുന്ന ആ ഒരു സമയത്തിന് 2-3 ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അവർ തീരുമാനമെടുക്കുകയും എന്നെ ഒഴിവാക്കുകയും ഫ്ലിക്കിനെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഒരാളും എൻ്റെ മുഖത്ത് നോക്കി അക്കാര്യം പറഞ്ഞില്ല. ഫ്ലിക്ക് എന്തായാലും ഇപ്പോൾ അത് എന്നോട് അപ്പോളജൈസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2 മണിക്കൂറിലധികം സമയം സംസാരിച്ചു. അത് വളരെ ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു സംസാരമായിരുന്നു. ക്ലബ്ബ് അദ്ദേഹത്തോട് പറഞ്ഞത് ഈ കാര്യങ്ങൾ ഒരിക്കലും ഞാനുമായിട്ട് പങ്കുവെക്കരുത് എന്നായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ വീട്ടിലേക്ക് വന്ന് ഒടുവിൽ മാപ്പ് പറഞ്ഞത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്, വളരെ നോബിളാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം നല്ല രൂപത്തിൽ ക്ലബ്ബിൽ പോകുന്നതിൽ എനിക്ക് വലിയ സന്തോഷവുമുണ്ട്. എൻ്റെ ഫ്ലിക്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ മികച്ചതാണ്. ഞങ്ങൾ വളരെ കോൺസ്റ്റൻ്റ്ലി അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുന്നവരാണ്. ഞാൻ എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ വിജയത്തിൽ അഭിനന്ദനങ്ങൾ പറയാറുണ്ട്. ഞങ്ങൾ ഫുട്ബോളിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇൻഫാക്റ്റ് അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഡിഫിക്കൽട്ടായിട്ടുള്ള മൊമെൻറ്റിൽ കൂടെ നിന്ന് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചും മറ്റുമൊക്കെ ആയിട്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. ഞാൻ ഫ്ലിക്കിൻ്റെ ബാഴ്സലോണയെ ഇഷ്ടപ്പെടുന്നത് വളരെ ഡൊമിനൻ്റാണ്, ഒഫെൻസീവായ ടീമാണ്. ബാഴ്സ ഫാൻസ് ഇപ്പോൾ ശരിക്കും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ ഹാപ്പിയാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ടീമിൻ്റെ ശക്തമായ അടിത്തറയിട്ടത് ഞാനാണ്. ആ പ്രൊജക്റ്റിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ടീമിൻ്റെ ബാക്ക് ബോൺ ലാമിൻ, പെഡ്രി, ബാൽഡെ, കുബാസി, ഫെർമിൻ, ഞാൻ വളരെ വലിയ രൂപത്തിൽ ട്രസ്റ്റ് ചെയ്യപ്പെടുകയും പ്രൊമോട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള താരങ്ങളാണ്. തീർച്ചയായിട്ടും ദാറ്റ് ഈസ് വൺ ഓഫ് ദി ലെഗസീസ് ഐ ആം മോസ്റ്റ് പ്രൗഡ് ഓഫ്. ഇതിലെനിക്ക് വലിയ അഭിമാനമുണ്ട്. ഈ ഒരു ലെഗസിയിൽ 2 കിരീടങ്ങൾ ഞാൻ നേടി എന്നതിനപ്പുറം ഈ പുതിയ മികച്ച ടീമിൻ്റെ അടിത്തറ ഞാൻ ഇട്ടു എന്നുള്ളതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട് എന്നുകൂടി ഇപ്പം ചാവി ഹെർണാണ്ടസ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.